ഈ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസിൽ മറുപടി നൽകാനുള്ള സമയപരിധി ഈ മാസം 28-ന് അവസാനിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഒരു മറുപടിയും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ ധനമന്ത്രിയും നൽകിയിട്ടില്ല. ഈ വിഷയത്തിൽ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഥുൻ അയ്യപ്പനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ വിഷയത്തിൽ മറുപടി നൽകാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല മുഖ്യമന്ത്രിയുടെയും മുൻ ധനമന്ത്രിയുടെയും ഭാഗത്ത് നിന്ന്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കടുത്ത നിലപാടിലേക്ക് കേന്ദ്ര ഏജൻസികൾക്ക് പോകേണ്ടി വരില്ലേ മിഥുൻ? തീർച്ചയായിട്ടും ഈ എതിർകക്ഷികളെ കേട്ടതിനു ശേഷം ഈ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി, ആ അതോറിറ്റി ഇതിന്റെ തുടർ നടപടിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഈ ഇഡിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു മറുപടി നോട്ടീസിന് നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ എതിർകക്ഷികളെ കേട്ടതിന് ശേഷം മറ്റു നടപടിയിലേക്ക് ഗൗതം സൂചിപ്പിച്ചതുപോലെയുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. 2019 ജനുവരി 17-നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഈ മസാല ബോണ്ട് സമാഹരണത്തിനുള്ള തീരുമാനമെടുത്തത്. ആ വർഷം തന്നെ മാർച്ച് മാസത്തോടെ ഏതാണ്ട് 2150 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തു. ഇത് ചട്ടവിരുദ്ധമായിട്ടാണെന്നും കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലേക്ക് കടന്നു കയറുകയാണ് ഈ തീരുമാനത്തിലൂടെ ചെയ്തത് എന്നുമാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയത് CAG റിപ്പോർട്ടും അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിന്റെ അധികാരത്തിൽ കടന്നു കയറി എന്നുള്ളതായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ ഈ അടിസ്ഥാന വികസന വേണ്ടി ഈ മസാല ബോണ്ട് പണം ഉപയോഗിച്ചത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ED അവകാശപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയും ധനമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ED നോട്ടീസ് അയച്ചത്. പക്ഷേ ഈ നോട്ടീസിൽ ഇപ്പോൾ മറുപടി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാം എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് എന്നത് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. EDയെ കാണിച്ച ഈ കിഫ്ബി വിഷയത്തിൽ നോട്ടീസ് അയച്ചാൽ വിരണ്ടു പോകുമെന്നാണോ കരുതിയത് എന്നടക്കമുള്ള പിണറായി വിജയന്റെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കിഫ്ബി കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയാണ് രൂപീകരിച്ചതെന്നും കേരളത്തിന്റെ വികസനത്തിനെതിരായിട്ട് നിൽക്കുന്നു എന്നതടക്കമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രി അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം ഈ വിഷയം അത്തരത്തിലാണ് അവതരിപ്പിച്ചതെല്ലാം ഉള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു, കേരളത്തിന്റെ വികസനത്തിനെതിരായി നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതല്ല ഈ വിഷയത്തിൽ വസ്തുതയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, പിഴവ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ കൃത്യമായി നോട്ടീസിന് മറുപടി നൽകുകയും EDയുടെ അന്വേഷണവുമായി സഹകരിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടില്ല. മറുപടി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഗൗതം, മസാല ബോണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ ആ നോട്ടീസിൽ മറുപടി നൽകാൻ ഇരുവരും തയ്യാറായിട്ടില്ല. ഈ മാസം 28 വരെയാണ് സമയപരിധിയുള്ളത്. ഇതിന് മുൻപ് മറുപടി നൽകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ കടുത്ത നിലപാടിലേക്ക് കേന്ദ്ര ഏജൻസികൾ പോയേക്കുമെന്നാണ് മിഥുൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.